ഹലോ മുത്തുമണികൾ, എന്തൊക്കെ പാട് സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലുണ്ടാവും തമിഴിന് കണ്ടപ്പോൾ എന്താ സംഭവം എന്നുള്ളത്. ഇന്ന് നമ്മുടെ കുഞ്ഞിക്കയുടെ ബർത്ത്ഡേ ആണ്, അതായത് ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ പുള്ളിക്കൊരു ബർത്ത്ഡേ വിഷസ് നൽകിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിക്ക. അപ്പോൾ ഒരുപാട് പേര്, അതുപോലെ തന്നെ തമിഴിൽ വേറെ സംഭവമാണ് ഞാനും കുഞ്ഞിക്കായിട്ടുള്ള എന്താണ് സൗഹൃദം, ഒരു ജ്യേഷ്ഠാനിയൻ സൗഹൃദം ഞാനും പുള്ളിയും തമ്മിലുള്ളൊരു ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയാൻ പോണ ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ ചെയ്യാൻ വിചാരിച്ച വീഡിയോ, പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇന്നലെ വേറൊരു വീഡിയോ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇന്നാണ് പുള്ളിയുടെ ബർത്ത്ഡേ, അപ്പോൾ ഇന്ന് തന്നെ ആ വീഡിയോ ചെയ്യാന്നുള്ളത് തോന്നിയോണ്ടാണ് ഇന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ അത്യാവശ്യം ലോങ് വീഡിയോ കാരണം കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട എന്നാണ്, കാരണം അത്യാവശ്യം ലോങ് വീഡിയോ ആവും. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും അവർ കാണണ്ട, അല്ലാത്തവർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കാണുക, മാക്സിമം കാണാൻ നോക്കുക, ഷെയർ ചെയ്യാൻ നോക്കുക. ഇത് തുടങ്ങണ എവിടെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഫസലു പറഞ്ഞിട്ട്, നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു സുഹൃത്താണ്. പുള്ളി കട്ട ദുൽഖർ ഫാനാട്ടോ, ഞാൻ കട്ട മമ്മൂക്ക ഫാനും. എന്നിരുന്നാലും എനിക്ക് ദുൽഖറിനെ ഇഷ്ടമാണ്, കാരണം മമ്മൂക്കയുടെ ഒരു മകനാണല്ലോ, ആ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ. പിന്നെ പുള്ളിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, പിന്നെ പുള്ളിയുടെ ഒരു ക്യാരക്ടറും കൂടി കണ്ടപ്പോൾ ഒന്നുകൂടി പുള്ളിയോട് ഇഷ്ടം തോന്നിട്ടോ. അങ്ങനെ ഞാനും ഇവനും കൂടി, ഇവന് ഒരു എന്താണ് ദുൽഖറിനൊക്കെ വെച്ചിട്ടൊരു സിനിമക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ഇതിൽ എന്തൊക്കെ എഴുതി കൂട്ടി വെച്ചിരുന്നു കേട്ടോ. അതൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പം ഞാനും ഈ ഫസലും കൂടി ഇങ്ങനെ ഓരോ സിനിമ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവൻ ഒരു വട്ടം എന്നോട് പറഞ്ഞു, അനസ പിന്നെ നമ്മുടെ ദുൽഖറിൻ്റെ ഒരു പടം കൊച്ചിയിൽ ഷൂട്ട് നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. അപ്പം ഞാനെന്താ വെച്ചാൽ ഞാനന്ന് മമ്മൂക്കയുടെ ഫാൻസിലൊക്കെ വർക്ക് ചെയ്യണ ഒരു ആ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ സിനിമ ഫീൽഡായിട്ടുള്ളവരൊക്കെ എനിക്ക് പരിചയമുണ്ട്, അതുപോലെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കിന്ന് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഓക്കെ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എവിടെയാണ്, അപ്പോൾ ഇവൻ പറഞ്ഞാൽ കൊച്ചിയിലാണ്. കൊച്ചിയിൽ എവിടെയെന്ന് ആൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഇന്ന സ്ഥലത്തുണ്ട് അങ്ങനെ സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാണ്ട്. അങ്ങനെ ഇവനക്കൊരു കറക്റ്റ് ഐഡിയ ഇല്ല, ഇവന് കൊച്ചിയിൽ ഷൂട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഏകദേശം 2017 ഈ സംഭവം, 2017 ഈ സംഭവം നടക്കുന്നത്. അന്ന് യമണ്ടൻ പ്രേമകഥ എന്നൊരു പടത്തിൻ്റെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ, ഞാൻ ഏതായാലും ഫ്രീ ആണ്, നമുക്ക് പോകാറ്. ഞങ്ങൾ ട്രെയിനിൽ പോയി. ട്രെയിനിൽ ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, നമ്മളിതിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലാതൊക്കെ വർക്ക് ചെയ്യണ ഒരുത്തുണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചേട്ടാ, ഞാൻ ഇങ്ങനെ ദുൽഖറിൻ്റെ പടം കൊച്ചിയിൽ ഷൂട്ടുണ്ട്, അപ്പോൾ ഒന്ന് പുള്ളിനെ കാണണം. പുള്ളി ഞാനൊരു അവാർഡ് ഫംഗ്ഷനിൽ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ആഗ്രഹമുണ്ട് കാണണം എന്നുള്ളത്. ഒന്ന് എന്താ ഒരു വഴി, എവിടെയാണുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു തരും. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെയാണ്, കൊച്ചിയിലാണ്, കൊച്ചിയിൽ ഇങ്ങനെ വരാപ്പുഴയാണ് ലൊക്കേഷൻ, അതായത് ആലുവയിൽ വരാപ്പുഴയാണ് ലൊക്കേഷൻ. അപ്പോൾ അവിടെ പോയാൽ പറ്റുമെങ്കിൽ കാണാൻ, ഉറപ്പൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് പറ്റുമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും തൃശ്ശൂർ എത്തിയും ചെയ്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റോപ്പ് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് പിന്നെ ആലുവ, കാരണം വരാപ്പുഴയ്ക്ക് ആലുവയിൽ നിന്ന് ഇങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന റൂട്ടാണ്. അങ്ങനെ ആലുവയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ്സിന് പോയിട്ടോ. അപ്പോൾ അന്ന് പറഞ്ഞു വരാപ്പുഴയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആണ് പോണത്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താണ് നമ്മുടെ കറക്റ്റ് വരാപ്പുഴയാണെന്ന് മാത്രമേ ഉള്ളൂ, വരാപ്പുഴ എവിടെയെന്നുള്ളത് ആൾക്കും അറിയാം. എന്നാൽ ഞങ്ങൾ ബസ് കയറിയിട്ട് വരാപ്പുഴ പോയിട്ട് അത് വരാപ്പുഴ പറയുമ്പോൾ ഒരു തുരുത്ത്, ഒരു എന്താ പറയുക കായൽക്കെട്ടുകളും മീൻപിടുത്തങ്ങൾ, അങ്ങനത്തെ ഒരു എന്താ പറയുക, പിന്നെ ഒരു ചെറിയ ചെറിയ കുടിലുകൾ പോലത്തെ വീടുകൾ, നല്ല രസം കേട്ടോ. നമ്മുടെ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ഭയങ്കര കുളിര് തന്നിട്ടോ, ഭയങ്കര രസമുള്ള ഒരു സ്ഥലങ്ങളാണ്. നമുക്കൊക്കെ എന്തായാലും മീനൊക്കെ ഇങ്ങനെ പിടക്കണ കാണാം, നല്ല ഇങ്ങനെ ഒരു നമ്മുടെ പാടത്തൊക്കെ നമ്മൾ ഒരു വരമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ വെള്ളം നിർത്തിയാൽ അതിൽ മീൻ, അതേപോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ ഒരു മീൻകെട്ട് വളർത്തി കേട്ടോ. അങ്ങനെ വരാപ്പുഴ പോയപ്പോഴും ഈ ലൊക്കേഷനൊന്നും അങ്ങനെ സിനിമാക്കാരൊന്നും കാണാനില്ല. പിന്നെ അവിടെയുള്ള 2-3 ആൾക്കാർ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട്, ഈ കുറച്ച് കുട്ടികളും പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് പോയത് ഉച്ചയ്ക്ക് പോയതിട്ടാണ്. അവിടെ എത്തിയപ്പോൾ ഏകദേശം 4 മണി 4:15 കഴിഞ്ഞു. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ പിന്നെ ഇവിടെ നമ്മളെ ദുൽഖറിൻ്റെ പടം ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരത്ത് നിന്ന് വന്നാണ്, എവിടെയൊന്നും അറിയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ചേട്ടാ, പിന്നെ ഇപ്പോൾ കടമുക്കുടിക്കാണ് അവർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ്, ഇവിടെ ഒന്നുമല്ല. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ പോകാറൊക്കെ ഉണ്ട്, അവിടെയാണ്
അപ്പം ഞങ്ങൾ പിന്നെ ആകെ എന്താ വിട്ടു ഇനി വരാപ്പുഴയിൽ നിന്ന് കടമ്മക്കുടി നമുക്കച്ചാൽ സ്ഥലം ഒരു വല്ല പരിചയമില്ല. പക്ഷേ ഞാനൊരു 2 കൊല്ലത്തോളം ഏകദേശം എറണാകുളം വർക്ക് ചെയ്തിരുന്ന ആ ടൈമിൽ ആലുവയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ എറണാകുളത്തിൻ്റെ ഒരു ഏകദേശം ഒരു രൂപരേഖ എനിക്കറിയാം. ഈ ആലുവയും അതുപോലുള്ള ഈ പത്തടി അതുപോലെല്ലാം മറ്റേ നമുക്ക് ഒരുവിധം ഏരിയാസ് അങ്ങനെ അറിയാം. അപ്പോൾ ആ ഒരു ഇതും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഫാൻസിലുള്ളവരൊക്കെ നമുക്ക് ആലുവ ഫാൻസിലും അവിടെയുള്ളവർക്ക് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ ആ ഒരു കോൺടാക്റ്റ് ബേസിൽ നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ച് കടമുക്കുടി എവിടെയാണ് ഇതിലൊക്കെ അപ്പോൾ ഇങ്ങനെ സ്ഥലം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ കടമക്കുടി ചെന്നപ്പോൾ സംഭവം മനസ്സിലായി. ഇവിടെയാണല്ലോ ഒരു തുരുത്താട്ടോ, ഒരു കായൽ, ഫുള്ള് കായൽ. ആ കായലിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു കുറേ ചെറിയ വീടുകളുണ്ട്, പിന്നെ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഷൂട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഉത്സവപ്പറമ്പിൽ ഒരു പാട്ടും അതുപോലെ തന്നെ ഒരു ഫൈറ്റ് സീനാട്ടോ. ഞങ്ങൾ ചെല്ലണ അന്ന് ഫൈറ്റ് സീൻ എടുക്കണേ, ദുൽഖറിൻ്റെ ഒരു ഫൈറ്റ് സീനാണ്. ആ സിനിമയിൽ നിങ്ങൾ കണ്ട ഒരു ഉത്സവ പറമ്പിലുള്ള ഫൈറ്റ് അത് അന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് അപ്പോൾ ചെന്നപ്പോൾ ഒരുപാട് പേര് കാണാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഫാമിലിയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സിനിമ കാണാനും പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ അവിടെ ഉള്ള ആ നാട്ടിലത്തെ ആൾക്കാർ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഒരുപാട് കൊടുങ്ങല്ലൂർ ഏരിയയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നു കേട്ടോ. അപ്പോൾ നല്ല കമ്പനി ആട്ടോ അവർ. നമുക്ക് ചെല്ലുമ്പോൾ ഒക്കെ നല്ല ഇതിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ലോങ് എന്നൊക്കെ വരികയാണ്, അതായത് മലപ്പുറത്തുനിന്നൊക്കെ വരികയാണ്, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു കാണാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ എന്തായാലും ആളവിടെ ഷൂട്ടുണ്ട്, ആളിപ്പോൾ എന്തോ ഒരു ബ്രേക്കിന് പോയതാണ്, ആളെന്തായാലും വരുന്നത്. അങ്ങനെ കാത്തിരുന്നിട്ടാണ് ആ പെട്ടെന്നൊരു കയ്യടി കേൾക്കാണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കൈലിമുണ്ടും അതിൽ കണ്ടില്ല നിങ്ങൾ ഒരു പുളി പല മോഡലുള്ള ഷർട്ട്, ഒരു റോസ് ഷർട്ടാണ് എനിക്ക് തോന്നുന്നത്. റോസാണോ അതോ ഇനി ഒരു യെല്ലോ കളറാണ്, ഒരു കറക്റ്റ് അതിൻ്റെ കളർ ഓർമ്മയില്ല. ആ ഒരു ലൊക്കേഷൻ ചെറിയൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഇതിട്ടാണ് പുള്ളി വരുന്നത്, ഒരു ഫൈറ്റ് സീനാണ്. അപ്പോൾ ഞാനവിടെ അവരോട് ചോദിച്ചു എന്താ ഇവിടെ സീൻ വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇതിന് 2 ദിവസം മുമ്പേ ഒരു ഡാൻസൊക്കെ ചെയ്യുന്നു. അപ്പോൾ നല്ല അടിപൊളി ഡാൻസൊക്കെ ചെയ്യുന്നു ദുൽഖറിൻ്റെ. പിന്നെ ഇന്ന് അപ്പോൾ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു, 3 ദിവസം ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചെറിയ പോർഷൻ്റെ ബാക്കിയുണ്ട്, അപ്പോൾ അതാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. എന്താ വെച്ചാൽ ഞാനൊരു എന്താ പറയുക ആക്ഷൻ ഫിലിമിൻ്റെ ഒരു പ്രേമി കൂടി കേട്ടോ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, കാരണം സിനിമയിൽ ഇങ്ങനെ നമ്മൾ കണ്ട ആക്ഷൻ ഇത് എങ്ങനെ ഒന്ന് അറിയാലോ എന്നുള്ള ആ ഒരു ദൂരം ഉണ്ടല്ലോ, അതിൽ ഞാൻ ഓക്കെ എന്നാൽ കാണാമെന്നുള്ളതിൽ. പക്ഷേ അതിങ്ങനെ ഒരു വേലി കെട്ടിയ പോലെ ഇങ്ങനെ ആൾക്കാർ നിർത്തിക്കുകയാണ്. അതായത് അതിൽ ബന്ധപ്പെട്ട ആ ഷൂട്ടിൽ ബന്ധപ്പെട്ട ആൾക്കാർ മാത്രം ഉള്ളിൽ കടത്തി വിടുക, അല്ലാത്ത ആര് അന്ന് ദുൽഖറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുണ്ട്, ഒരു സാമി എന്ന് പറഞ്ഞിട്ട് ഒരു മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു സാമി, ഇന്ന് ആരാന്ന് എനിക്കറിയില്ല, അന്ന് അങ്ങനെ ഒരു ചങ്ങായിണ്ട്. അപ്പോൾ അയാൾ കുറച്ച് സ്ട്രോങ് ആണ്, അയാൾ ആരും അങ്ങനെ കടത്തി വിടണമെന്നില്ല. എന്നാലും ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെങ്ങനെ ഇതിൽ എന്താ പറയുക ഈ സിനിമയുടെ അസിസ്റ്റൻറ്റും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിൽ ഞാൻ അന്ന് ഇതിൽ പറയാനുള്ള വേറെ ഒരാളും കൂടി ഉണ്ടാവും, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജും. അന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവിടെ ഇല്ല ആ ഒരു ഇതിൽ. ബിബിൻ ജോർജ് ഉണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതായത് കട്ടപ്പന, ഋത്തിക് റോഷൻ, അമർ അക്ബർ എന്തോണിയൊക്കെ എഴുതിയ ബിബിന്. അപ്പോൾ ഞാൻ അന്ന് പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ഡൗൺ ടു എർത്ത് കണ്ടട്ടോ. കാരണം പുള്ളിയിൽ വന്നപ്പോൾ ഞാൻ ബിബിനേട്ടനിൽ വെച്ചു, അതെ എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ മലപ്പുറത്ത് വന്നാണ് ഏട്ടാ, പിന്നെ ദുൽഖറിൻ്റെ പടം എന്താ പാട് വെച്ചു. പടം നല്ല ഒരു കോമഡി പടമാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞു പുള്ളി കേട്ടോ. സത്യം പറഞ്ഞാൽ ആ പടം ചെയ്യാനിരുന്നത് നാദിർഷ എന്നാണ് കേട്ടത്. അത് നാദിർഷയുടെ അസിസ്റ്റൻ്റായിട്ട് ഉള്ള നൗഫലാണ് അന്ന് ആ സിനിമ ഡയറക്റ്റ് ചെയ്ത്. ശരിക്കും നൗഫലല്ല ഡയറക്റ്റ് ചെയ്യേണ്ടത്, പുള്ളിയാണ് ചെയ്തത്. പിന്നെ നാദിർഷയ്ക്ക് എന്തോ വേറെ എന്തൊക്കെ ഒരു പടത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് പുള്ളി ചെയ്തിട്ടില്ല. അങ്ങനെ പുള്ളിയൊക്കെ ഇരുന്ന് തോളത്തെ കൈയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അന്ന് ഞാൻ പുള്ളിയുടെ ഒരു, കാരണം നമ്മളൊരു സിനിമയിൽ കാണുന്ന ഒരു രീതിയല്ല കേട്ടോ പുള്ളി. നല്ല പെരുമാറ്റം, നല്ല ഇത്. ഇപ്പോൾ ചോദിച്ചു ചായയൊക്കെ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടോ. നല്ല സന്തോഷം, കാരണം നമ്മൾ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ ഇതിൽ മാത്രം കണ്ട ഒരു സിനിമാ നടനും കൂടിയാണ്. അപ്പോൾ നമ്മളോടൊന്നും പുള്ളിക്കൊന്നും മുണ്ടേണ്ട ആവശ്യം കൂടി ഇല്ല. അങ്ങനെ പുള്ളി കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര സന്തോഷം, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനൊക്കെ. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ദുൽഖറിനെ കാണണമല്ലോ, ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ കൂടുതൽ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ടാൽ മതി. കാരണം പിന്നെ എന്താ വെച്ചാൽ ഈ ഫൈറ്റ് സീൻ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൂടും, കാരണം റിസ്ക്കിയാണ്. മറ്റുള്ള സീൻസിനെ പോലെ റിസ്ക് കൂടുതലാണല്ലോ. അപ്പോൾ എങ്ങനെ ഇവർ പിന്നെ കുറേ ആൾക്കാർ അവിടെ പറയുന്നുണ്ട്, കാരണം ദുൽഖറിന് ഭയങ്കര, കാരണം 3 ദിവസമായി ഇവയെ ഫൈറ്റ് സീൻ എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അന്ന് ഫൈറ്റ് സീന് കൊറിയോഗ്രാഫി ചെയ്ത് നമ്മുടെ മാഫിയ ശശി കേട്ടോ.
അന്ന് ഞാൻ പുള്ളീനെ കണ്ടിട്ടോ, പുള്ളി എന്തോ ആ സിനിമ കാണാൻ അതേ കോലത്തിനായിട്ട് ആൾ ഭയങ്കര സംഭവം. അപ്പോൾ അന്നത്തെ സീൻ എന്താ വെച്ചാൽ ദുൽഖർ ഒരു വില്ലനെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ തിരിച്ചെടുത്ത് പുള്ളി പൊന്തി വന്നിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ മറിയണ സീനാണ്. അപ്പോൾ ആ സീൻ തന്നെ ഏകദേശം ഒരു രാവിലെ മുതലത്ര പാട് ഒരു അണ്ണനാണ്, ഒരു തമിഴൻ. അതായത് ഇവരെ അസിസ്റ്റൻ്റ് തോന്നുന്നുണ്ടോ ഈ മാഫിയ ഷീയുടെ അസിസ്റ്റൻ്റ്. കാരണം ഇങ്ങനെയുള്ള ഫൈറ്റ് സീനൊക്കെ അവർ തന്നെയാണ് ചെയ്യാമെന്ന് കേട്ടത്. അപ്പം ഞാൻ അന്ന് അവരൊക്കെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട്. കാരണം നമ്മളൊക്കെ ഈ നായകന്മാർക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ അവരൊക്കെ റിസ്ക്. കാരണം നിലത്ത് അത് സാധാ ഒരു മണലിൻ്റെ ഏരിയയാണ്, മണലുള്ള ഏരിയ. കാരണം അപ്പുറത്ത് കായലും പുഴയും കൂടി ഉള്ളതാണ്. നിലത്ത് മണലുള്ള ഒരു ഏരിയയിലാണ് ഇത് സംഭവം ഷൂട്ടുള്ളത്. ഒരു ഉത്സവപ്പറമ്പ് ഒരു രീതിയിലൊക്കെ സെറ്റൊക്കെ ഇട്ടിക്കണം. അപ്പോൾ നിലത്ത് ഇങ്ങനെ മണലാണ്. അതിൻ്റെ മേലെ അവർ ഇതിനുള്ള സേഫ്റ്റി ബെഡ് ഇട്ടിക്കണം. അതിൻ്റെ മുകളിൽ കറുത്ത ടാർപ്പായിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ വിതറിയിട്ട്. കാരണം ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ ആൾക്ക് വീഴുമ്പോൾ കുറച്ച് വലിയ കുഴപ്പം, എന്നാലും ഒരുപാട് ഹൈറ്റിൽ നിന്നൊക്കെ വീഴുമ്പോൾ ചെറിയ എന്താണ് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഒരു വലിയൊരു സേഫ്റ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്തത്. പിന്നെ എൻ്റെ മുകളിൽ മണ്ണിടും. കാരണം ഇവർ അടിക്കുമ്പോൾ ഇങ്ങനെ പൊടി പാറുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സാധനം ഇങ്ങനെ പൈപ്പ് പോലെ ഇങ്ങനെ അടിക്കാൻ, അവൾ അടിക്കുമ്പോൾ ഇങ്ങനെ പൊടി പാറാനുള്ള അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ പിന്നെ ഫാനുകൾ അങ്ങനെ വലിയ ഫാൻ അങ്ങനെ പൊടി പാറിക്കാനുള്ളതും ഇതൊക്കെ പാറിക്കാനുള്ളത് പേപ്പർ കാര്യങ്ങളങ്ങനെ പാറിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ അണ്ണനെ ഈ ദുൽഖർ ഇങ്ങനെ തിരിച്ചെടുക്കണ ഒരു സീനാണ്, അതിലൊരിങ്ങനെ മറിഞ്ഞേണ്ട സീനാണ്. അപ്പോൾ ഇങ്ങനെ മാഫിയ ശശി അവിടെ നിന്ന് ഇങ്ങനെ മൈക്കയിൽ വിളിച്ചാണ്, അണ്ണാ അന്ത മാതിരി അല്ല ഇന്ത മാതിരി ചെയ്യേ എന്നാ അണ്ണാ എത്ര രാവിലെ തൊട്ട് നീ എന്നാ പണിണ അണ്ണാ എന്നൊക്കെ ഇങ്ങനെ പണ്ട്. പാവം എനിക്ക് സങ്കടമുണ്ട്. കാരണം ആ അണ്ണൻ ആകെ ക്ഷീണിച്ച് പാവം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ആ റോപ്പിൽ അവരിങ്ങനെ കറക്കും. പക്ഷെ അത് കറക്കല അവനത് തന്നെ ചെയ്യേണ്ടത്. ആൾ നല്ല തടിയുള്ള ഒരു ആളും കൂടിയാണ് ഈ അഭിനയിക്കുക വില്ലനായിട്ട് എന്താണ് ഈ അടി കൊള്ളണ ആൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു 5:45 ആയിട്ടോ. കാരണം ഇതേ സിദ്ധ എത്ര ചെയ്തിട്ടും ആൾ മറിയണൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ, ഈ റോപ്പ് നമ്മുടെ അവർ പിക്ക് ചെയ്യണതും എടുക്കും ചെറിയ വ്യത്യാസങ്ങൾ, ടൈമിങ്ങിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ കറക്റ്റ് ആവണില്ല. അപ്പോൾ ദുൽഖർ അവസാനം പറഞ്ഞു പാക്കപ്പ് ചെയ്യാറ്. കാരണം പുള്ളിക്ക് തന്നെ കാരണം പുള്ളി അത്ര നേരം നിന്നിട്ട് ഒരു സാധനം എടുക്കാൻ പറ്റില്ല. കാരണം പിന്നെ പുള്ളിക്ക് തന്നെ തോന്നി പാവം എത്ര നേരം നിന്നിട്ട്. കാരണം നമുക്ക് പുള്ളിയുടെ ഒരു ഫേസിൽ നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇപ്പോൾ എത്ര പറയുക ഒരു കയ്യകല അല്ലെങ്കിൽ കൂടി അത്യാവശ്യം എടുത്തിട്ട് നമ്മൾ ഷൂട്ട് കാണും. കാരണം ഉള്ളിലേക്ക് ഒരു ഭാഗ്യവശാൽ കയറാൻ പറ്റി. കാരണം ആ ടൈമിങ് കാരണം എന്തായാലും ഒരു ഉത്സവപ്പറമ്പ് രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആൾക്കാർ ക്രൗഡ് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കൊരാൾ കുറച്ച് കയറി നിന്നാലും വലിയ വിഷയമല്ല. എന്നാലും ഫൈറ്റ് നടക്കുന്നതിന് മുമ്പേക്ക് ചാടാതെ ഇരുന്നാൽ മതി, കുറച്ച് ബാക്കിലേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാണും, ഇങ്ങനെ പുള്ളിക്ക് തന്നെ തോന്നി. കാരണം പുള്ളിക്ക് വയ്യാത്ത ഒരു ഇതുണ്ട്. അപ്പോൾ പുള്ളി എന്താ കാട്ടിയ പാക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട് പാക്കപ്പ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ, അല്ല കുറേ നേരമായി ഈ ഷൂട്ടിങ് പുള്ളി പാക്കപ്പ് ചെയ്യാണ്. കാരണം പുള്ളി ആകെ ടയേർഡാണ്, ദുൽഖർ ആകെ ടയേർഡാണ്. പിന്നെ ആളും ഭയങ്കരമായിട്ട് കുറേ ആയി 2-3 സെറ്റ് സെയിം ഫൈറ്റ് തന്നെ എടുക്കണം, ബുദ്ധിമുട്ടാണ്. ഈ ഒരു സീന് മാത്രം രാവിലെ മുതൽ എടുക്കല ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന ഒരുപോലെയല്ല ഇവർ അഭിനയിക്കാറ്. കാരണം നമ്മളൊരു അഭിനയിച്ച് കാണിക്കുന്നതും ഈ ഫൈറ്റ് കാര്യങ്ങൾ ഭയങ്കര റിസ്ക്കാണ് അന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ഫൈറ്റ് സീൻ ഒരു ഭയങ്കര റെസ്പെക്റ്റ്. കാരണം അവർ ചെയ്യുന്ന റിസ്ക് ഞാൻ നേരിട്ട് 2-3 സിനിമയിൽ ഞാൻ നേരിട്ട് കണ്ടിരിക്കണേ. വേറെ സിനിമ കണ്ടുകൊണ്ട് ഞാൻ പറയണം. അല്ലാതെ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അങ്ങനത്തെ ഒന്നുമല്ല. ചില ഏരിയാസിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ ഗ്രാഫിക്സ്. ബാക്കിയൊക്കെ അവനാൻ തന്നെ ചെയ്യണം. റോപ്പിട്ട ഫൈറ്റ് ഉണ്ടാവും, അല്ലാത്ത ഫൈറ്റ് ഉണ്ടാവും, ചാടണം, ഓടണം, തിരിക്കണം, എല്ലാ റിസ്ക്കുള്ള ഫൈറ്റ് തന്നെയാണ്. അവർ കാശ് വാങ്ങുന്നതിനുള്ള നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിപ്പോൾ പാക്കപ്പ് ചെയ്ത് പോകണം. പുള്ളി നേരെ കാറിൽ കയറി പോകുമല്ലോ. നമ്മളെങ്ങനെയൊന്നും പുള്ളിനെ ഒരു ഫോട്ടോ എടുത്ത്, കാരണം അത്ര എത്ര ലോങ് ഉണ്ട്. അവിടുന്ന് വന്നിട്ട് ഈ ആഗ്രഹം കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഭയങ്കര വിഷമമാണ്. എന്താ ചെയ്യുക, ഒരു പാവില്ല. അങ്ങനെ പെട്ടെന്ന് ഇവരെ ഒരുപാട് ബൗൺസേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ബോഡി ഗാർഡ്സ് ഉണ്ട്. കാരണം പുള്ളി ഏതായാലും വീട്ടിൽ പോകും. അന്ന് പുള്ളിക്കൊരു റെഡ് പോർഷ വണ്ടി ഉണ്ട് കേട്ടോ. മമ്മൂക്ക അധികം ഓടിച്ചത് വണ്ടി റെഡ് പോർഷ. ഇന്ന് പുള്ളിക്ക് അതില്ല എന്നൊക്കെ തോന്നുന്നു. അന്ന് റെഡ് പോർഷ ഉണ്ടായി. അപ്പോൾ അന്ന് ഇങ്ങനെ ഞങ്ങൾ പിന്നാലെ പോയിട്ടാണ് പുള്ളി. അപ്പോൾ പുള്ളി നേരെ പുള്ളിയുടെ കാരവലിൽ കയറി. കാരണം ഡ്രസ്സ് മാറ്റി പുള്ളി പോയിട്ട്. കാരണം പിന്നെ പുള്ളിക്ക് അധികം വലിയ ലോങ് ഒന്നുമില്ല. കാരണം വരാപ്പുഴയാണ്, കടമക്കുടിയാണ്. പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോകാൻ വലിയ ലോങ് ഒന്നുമില്ല, കൊച്ചിയിലല്ലേ. പിന്നെ പുള്ളിക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ സംഭവത്തിൽ. കാരണം എന്നാലും പുള്ളി എന്താ വെച്ചാൽ ഈ ഒരു ടയേർഡായതുകൊണ്ട് പുള്ളി പിന്നെ പാക്കപ്പ് പറഞ്ഞാണ്. അങ്ങനെ നമ്മളെന്താ ചെയ്യുക, ഒരു ഫോട്ടോ. അപ്പോൾ ഇങ്ങനെ കാരവലിൽ കയറി. അപ്പോൾ ഞാൻ അവിടുത്തെ അവരെ ബൗൺസേഴ്സ് ഉണ്ട്,
അപ്പോൾ അവരോട് ചോദിച്ചു ബ്രോ എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വല്ല ചാൻസ് ഉണ്ടോ, കാരണം ഒരുപാട് ആൾക്കാരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, വല്ല ചാൻസ് ഉണ്ടോ പുള്ളിയുടെ അപ്പോൾ ആൾ പറഞ്ഞ് പുള്ളിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ആൾ വലിയ കുഴപ്പമില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നാലും പുള്ളിനെ കുറിച്ച് കേട്ടാൽ വലിയ കുഴപ്പമില്ലാത്തൊരിതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം കൂടെ, കാരണം വൈകുന്നേരം ആവാനായി, ഏകദേശം 6 മണി ആവാനായിക്കണ്, എന്ത് ചെയ്യാന്നിങ്ങനെ. അപ്പോൾ പിന്നെയുണ്ട് പുള്ളിയുണ്ട് കേരവെന്ന് ഇറങ്ങിയൊരു ലുക്ക് ഞാൻ കണ്ട് ഞെട്ടിട്ടോ. നല്ല വൈറ്റ് ടീഷർട്ടും നീല ജീൻസൊക്കെ ഭയങ്കര ലുക്ക്, ഒരു മാൻലി ലുക്ക്, നല്ല ഒരു ബോഡി ഷേപ്പ്, നല്ല സെറ്റ് ലുക്കിലാണ് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരാളിങ്ങനെ വിളിക്കണേ കുഞ്ഞിക്കാന്നിങ്ങനെ വിളിക്കണ്ട കേട്ടോ. അപ്പോൾ ഉള്ളി വെച്ച് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിനോട് ഇങ്ങനെ കുറച്ച് നമ്മൾ വലിയൊരു പരിചയം അല്ലെങ്കിൽ കൂടി ഞങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞിക്ക ഒരു ഫോട്ടോ എടുക്കണം, കാരണം ഒരുപാട് ദൂരത്ത് നിന്നാണ്. അപ്പോൾ ചോദിച്ചു എവിടുന്ന്, എന്നോട് ചോദിച്ച് ഇത് നോണായില്ലാട്ടോ ഉള്ള കാര്യം, എന്നോട് ചോദിച്ച് എവിടുന്നാണ്, ഞാൻ പറഞ്ഞിങ്ങനെ മലപ്പുറത്ത് നിന്നാണ് നിൽക്കാനൊക്കെ ആണെങ്കിൽ ഈ ഷൂട്ടുള്ളതെന്ന് കണ്ടിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നതാണ്, ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ഫോട്ടോ. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയതിനപ്പുറം അന്ന് ഫോട്ടോ എടുത്ത് അന്ന് ആ കണ്ട ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സെൽഫിയാണ് പുള്ളി എടുത്തത്. ആ സെൽഫി എടുത്തത് എൻ്റെ ഒരു പൊട്ടം വിവോ ഫോണിലാട്ടോ. അതെനിക്ക് ഭയങ്കര, കാരണം എൻ്റെ ഫോണിലാണ് അന്നുള്ള എല്ലാവർക്കും ആ ഏരിയയിൽ അന്ന് ആ ഒരു ടൈമിൽ വന്ന അവർക്കൊക്കെ ഒറ്റ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ആ എൻ്റെ ഫോണിൽ സെൽഫി എടുത്താൽ ആ ഫോട്ടോത്തിലുള്ള ഇതാണ് ഞാൻ ഈ ഇവിടെ നമ്മൾ തമ്മിലിന് കൊടുത്ത ഫോട്ടോ കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മളോടൊന്നും പുള്ളിക്ക് ചോദിക്കേണ്ട ആവശ്യം കൂടിയില്ല, പുള്ളി ഒരു സ്റ്റാറാണ്, പുള്ളിക്ക് എന്താണ് ഇതിനെന്താ ആവശ്യം കൂടിയില്ല. പക്ഷേ നമുക്ക് ഭയങ്കര സന്തോഷം, കാരണം ഞാൻ അന്ന് മനസ്സിലാക്കി പുള്ളി അത്രക്കും ഡൗൺ ടു എർത്താണ്, പുള്ളിയൊന്നൊരു അഹങ്കാര ജാടല്ല ഉള്ള ഒരാളല്ലാന്ന്. പിന്നെ ഞാൻ 2-3 ടൈമിൽ ആളെ കണ്ടിക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമാണ്. ഇതിൻ്റെ പിന്നിൽ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ചുരുക്കി പറഞ്ഞാട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പുള്ളിയുടെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.